നരേന്ദ്രമോദിയെ പുകഴ്ത്തി ശശി തരൂർ എത്തിയിട്ട് കുറച്ചു നാളുകളെ ആയുള്ളൂ. അന്ന് നടന്ന പുകിലുകൾ അടങ്ങിയിട്ട് വെറും കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. ഇപ്പോഴിതാ വീണ്ടും പുകഴ്ത്തൽ പരിപാടിയുമായി നേതാവ് എത്തിയിരിക്കുന്നു. യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ചാണ് തരൂർ രംഗത്തെത്തിയത്. തന്റെ മുൻ നിലപാട് ശരിയല്ലെന്ന് വ്യക്തമാക്കിയാണ് മോദിയുടെ നിലപാടിനെ അദ്ദേഹം പുകഴ്ത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 2022 ഫെബ്രുവരിയിലെ നരേന്ദ്രമോദിയുടെ നയത്തെ താൻ പാർലമെന്റിൽ എതിർത്തിരുന്നു. UN ചാർട്ടറിന്റെ ലംഘനമായതിനാലാണ് താൻ യുക്രൈൻ വിഷയത്തിലെ നിലപാടിനെ എതിർത്തത്. അതിർത്തി കടന്ന് ഒരു രാജ്യത്തിന്റെ പരമാധികാരം ഇല്ലാതാക്കുന്ന ആക്രമണം നടത്തുന്ന റഷ്യയെ എതിർക്കണമെന്നായിരുന്നു തന്റെ നിലപാട്. ഒരു പക്ഷം ഏകപക്ഷീയമായാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്. അതിനാലാണ് അവരെ എതിർക്കണമെന്ന് താൻ പറഞ്ഞത്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നയമാണ് ശരിയെന്ന് തോന്നുന്നു. ഈ നയം മൂലമാണ് ഒരാഴ്ചക്കിടെ യുക്രൈൻ റഷ്യൻ പ്രസിഡന്റുമാരെ ആശ്ലേഷണം ചെയ്യാൻ മോദിക്ക് സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെ ഏറെ പോസിറ്റീവായാണ് കാണുന്നതെന്ന് ശശി തരൂർ MP വ്യക്തമാക്കിയിരുന്നു. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണെന്ന് പറഞ്ഞ ശശി തരൂർ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാനായെന്നും പറഞ്ഞിരുന്നു. അതേസമയം വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ചുള്ള പ്രസ്താവനയെ ന്യായീകരിച്ച് ശശി തരൂർ എത്തിയതും ശ്രദ്ധേയമായി. താൻ സംസാരിച്ചത് ഭാരതീയൻ എന്ന നിലയിലാണെന്നും രാഷ്ട്രീയം കാണുന്നില്ലെന്നുമാണ് ശശി തരൂർ പറഞ്ഞത്. യുക്രൈനുമായും റഷ്യയുമായും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നയതന്ത്ര ചർച്ചയിൽ ഇന്ത്യക്ക് പങ്കെടുക്കാനാകും. എന്നാൽ നേരത്തെ താൻ പറഞ്ഞത് ഈ നിലപാടായിരുന്നില്ല. ഇപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഭാരതീയൻ എന്ന നിലയിലാണ്. രാഷ്ട്രീയമായി കാണേണ്ട കാര്യമല്ലെന്നും ശശി തരൂർ എടുത്തു പറയുകയുണ്ടായി. അതേസമയം ശശി തരൂരിന്റെ മോദി പ്രശംസയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. ശശി തരൂരിന്റെ പരാമർശം താൻ കേട്ടിട്ടില്ലെന്നും അത്തരത്തിൽ പറഞ്ഞെങ്കിൽ പാർട്ടി വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കുമെന്നുമായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രതികരണം. തരൂർ പറഞ്ഞതിന്റെ സാഹചര്യത്തെക്കുറിച്ചും തനിക്കറിയില്ല, പിന്നെ എങ്ങനെ താൻ പ്രതികരിക്കുമെന്നും K സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തരൂരിന്റെ മോദി പ്രശംസയിൽ KC വേണുഗോപാൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ദില്ലിയിൽ മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയപ്പോഴാണ് പ്രതികരിക്കാൻ തയ്യാറാകാതെ KC വേണുഗോപാൽ പാർലമെന്റിലേക്ക് പോയത്. തരൂർ പറഞ്ഞത് എന്താണെന്ന് കേട്ടിട്ടില്ലെന്നും എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കാമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. മുൻപ് കോൺഗ്രസുമായി ഭിന്നത രൂക്ഷമാകുന്നതിനിടെ ശശി തരൂർ കേന്ദ്രമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതും ശ്രദ്ധേയമായിരുന്നു. എക്സിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ തരൂരിനൊപ്പം കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടീഷ് ട്രേഡ് സെക്രട്ടറിയുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ UK വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇരുവർക്കുമൊപ്പം തരൂർ സെൽഫി എടുത്തത്. തനിക്ക് മറ്റു മാർഗങ്ങളുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞ ശേഷമാണ് തരൂർ സെൽഫി എടുത്തത്. ഇത് വീണ്ടും ചർച്ചയായിരുന്നു.